ക്രൂശിൻ ചുവട്ടിൽ ഒരമ്മയും മകനും ഇരിപ്പുണ്ട്. എങ്ങും മൂകമായ നിശബ്ദത. ആ അമ്മ തൻ്റെ ജീവനാഡിയും സ്നേഹസമരണമായ പിഞ്ചോമനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നാൽ മകൻ ഒന്നും സംസാരിക്കുന്നില്ല. അമ്മ മകനെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മകൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവുമില്ല. തൻ്റെ ബാല്യത്തിലും അവൻ്റെ കുട്ടിക്കാലവും കുസൃതി നിറഞ്ഞ ബാല്യവുമൊക്കെ ആ അമ്മ ഓർക്കുന്നുണ്ടാകാം. അമ്മയുടെ ഏക പ്രതീക്ഷയായിരുന്നു ആ മകൻ. ഇനി ആർക്കു വേണ്ടിയാണ് ഈ അമ്മ ജീവിക്കേണ്ടത്? തീ തിന്നുന്ന നിമിഷമാണെങ്കിലും എല്ലാം ആ അമ്മ തൻ്റെ മനസ്സിലൊതുക്കി അന്ന് കൊടുത്ത വാക്ക് വീണ്ടും അവിടുന്ന് ആവർത്തിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നാമും ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ കർത്താവിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെയും എന്ത് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോയാലും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മാത്രമായി ജീവിക്കാൻ നാം വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വസ്തയോടെ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മുടെ അമ്മ മാതൃകയാണ്.